ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. സംസ്ഥാന സിലമ്പം ചാമ്പ്യൻഷിപ്പിൽ 3 സ്വർണവുമായി തിളങ്ങി പഴയന്നൂർ സ്വദേശി SC അഭിനവ് ദേശീയ ചാമ്പ്യൻഷിപ്പിലേക്ക്. അടിയുറച്ച കാൽവെപ്പുകളിലൂടെ സിലബം ആയോധന കലയിൽ സുവർണ നേട്ടം കൊയ്ത് പഴയന്നൂരിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് യുവ കായിക താരം SC അഭിനവ്. എൻ്റെ പേര് അഭിനവ്, വീട് പഴയന്നൂര് തെക്കേത്തറയാണ്. പാലക്കാട് ജില്ലാ ടീമിന് വേണ്ടി മത്സരിച്ച് സിലമ്പം സ്റ്റേറ്റ് കേരള ചാമ്പ്യൻഷിപ്പിൽ 3 ഗോൾഡ് എനിക്ക് നേടാനായി. 4 വർഷമായിട്ട് ഞാൻ പ്രയത്നിക്കുകയാണ്. ആദ്യം പോയപ്പോൾ ഒന്നും കിട്ടിയില്ല, തോറ്റുപോയി. രണ്ടാമത് വീണ്ടും ഞാൻ ട്രൈ ചെയ്തു, അത് വെങ്കലമായി. പിന്നെ മൂന്നാമത് പരിശ്രമിച്ചപ്പോൾ അത് വെള്ളിയാക്കാൻ സാധിച്ചു. 4 വർഷമായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേറ്റിൽ വിജയിക്കാൻ സാധിച്ചു. ഇനി നാഷണലിലേക്ക് പോകണം. നോർത്തിൽ വെച്ചാണ് നാഷണൽ പറഞ്ഞിരിക്കുന്നത്. ഡേറ്റും ടൈമും പ്ലേസൊക്കെ അവർ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പോകാനുള്ള ഫണ്ടും കാര്യങ്ങളും ശരിയായ നാഷണൽ കേരള ടീമിന് വേണ്ടി ഒരു മത്സരം കളിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. തിരുവനന്തപുരത്ത് നടന്ന കേരള സ്റ്റേറ്റ് സിലബം ചാമ്പ്യൻഷിപ്പിൽ 3 സ്വർണ്ണ മെഡലുകളും 1 വെങ്കല മെഡലും കരസ്ഥമാക്കിയാണ് അഭിനവ് മിന്നും പ്രകടനം കാഴ്ചവെച്ചത്. പഴയന്നൂർ തെക്കേത്തറയിലെ ഇലമുറ്റത്ത് വീട്ടിൽ സുധീർ കുമാറിന്റെയും രാധികയുടെയും മകനായ അഭിനവ് ഇപ്പോൾ ഉത്തരേന്ത്യയിൽ നടക്കാനിരിക്കുന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. 18 മുതൽ 35 വയസ്സ് വരെ സീനിയർ കാറ്റഗറി, സബ് ജൂനിയർ, ജൂനിയർ, മിനി സബ് ജൂനിയർ, സീനിയർ, അങ്ങനെ ഒരുപാട് കാറ്റഗറി ഉണ്ട്. അതിലെ മെയിൻ ടീമായ സീനിയർ കാറ്റഗറിയിലേക്കാണ് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇനി നാഷണൽ നോർത്തിൽ വെച്ചിട്ടുണ്ടെന്നാണ് കിട്ടിയ വിവരം. അതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങണം. ഫസ്റ്റ് വീക്കോടെ മത്സരം സ്റ്റാർട്ടാവും. എൻ്റെ ഗുരുക്കൾ ബൈജു ഗുരുക്കളുടെ കീഴിലാണ് ഞാൻ ഇതിനു വേണ്ടി പോകുന്നത്. സാറും കൂടെ വരുന്നുണ്ട്. എല്ലാത്തിനും കാരണം അമ്മയുടെ സപ്പോർട്ടും അച്ഛൻ്റെ സപ്പോർട്ടൊക്കെയാണ്. പിന്നെ മാമൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് മനോജ് എന്നാണ് പേര്. ഒരുപാട് സപ്പോർട്ട് ചെയ്ത കാരണം ഇത്രയെങ്കിലും എത്താൻ പറ്റി. തുടർച്ചയായിട്ട് 4 കൊല്ലം വിജയിക്കാൻ പറ്റി എന്നുള്ളത് തന്നെ വലിയ കാര്യമായിട്ട് വിചാരിക്കുന്നു. ജില്ലാതല മത്സരങ്ങളിൽ പാലക്കാടിനു വേണ്ടി മത്സരിച്ച് മികവ് തെളിയിച്ച അഭിനവ് കഴിഞ്ഞ 4 വർഷമായി കളരിയിലും സിലബത്തിലും പരിശീലനം നടത്തിവരുന്നു. ആലത്തൂർ ബോധി കളരിയിലെ ബൈജു ഗുരുക്കളുടെ ശിക്ഷണവും പഴയന്നൂർ ഫ്ലക്സ് ജിംനേഷ്യത്തിലെ അബു ഹക്കീമിന്റെ പിന്തുണയുമാണ് ഈ വിജയത്തിന് പിന്നിലെന്ന് അഭിനവ് പറയുന്നു. ബൈജു ഗുരുക്കളാണ് എൻ്റെ ആശാൻ. സാറ് സിലമ്പം സ്റ്റേറ്റ് കേരള സ്റ്റേറ്റിന്റെ സെക്രട്ടറിയാണ് നിലവിലെ. പാലക്കാട് ജില്ലയുടെ പ്രസിഡന്റുമാണ്. സാറ് ഒരു ഓതറാണ്. 3 ബുക്ക് എഴുതിയിട്ടുണ്ട്. അതുപോലെ 2024 ബെസ്റ്റ് കളരിപ്പയറ്റ് മാസ്റ്ററിനുള്ള അവാർഡും സാറിന് കിട്ടിയിട്ടുണ്ട്. പഴയ ഫ്ലക്സ് ജിമ്മിലെ ഹക്കീമിക്കാണ് ഭയങ്കര സപ്പോർട്ട് ചെയ്തത്. സ്പോർട്സും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയതുകൊണ്ട് സാറ് ഇതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സപ്പോർട്ടായിരുന്നതിനും 2024 കേരള സ്റ്റേറ്റ് സിലബം ചാമ്പ്യൻ കൂടിയായ ബൈജു ഗുരുക്കളുടെ കീഴിൽ സീനിയർ കാറ്റഗറിയിലാണ് അഭിനവ് ദേശീയ തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് ബൈജു മോഹൻദാസ്. ഞാൻ ബോധി കളരിപ്പായ് സെന്ററിൽ കളരി സിലമ്പം പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. അഭിനവ് എൻ്റെ കളരിയിലെ സ്റ്റുഡൻ്റാണ്. കഴിഞ്ഞ ഒരു 4 വർഷമായി കളരി സിലമ്പം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷമായി തുടർച്ചയായി കേരള സ്റ്റേറ്റ് സിലമ്പം ചാമ്പ്യൻഷിപ്പിൽ വിന്നറാണ്. ഈ വർഷം 3 ഗോൾഡ് മെഡലും 1 സിൽവർ മെഡലും ലഭിച്ചു. വളരെ സന്തോഷം. നമ്മുടെ കുട്ടികൾ ഇതുപോലെയുള്ള മത്സരങ്ങളിൽ പങ്കെടുത്ത് അവർക്ക് സമ്മാനങ്ങൾ ലഭിക്കുന്നതിൽ വളരെ സന്തോഷം. ഇന്നത്തെ ജനറേഷൻ ഇതുപോലെയുള്ള ആയോധനകളെ പരിശീലിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ കൂടുതൽ യങ്സ്റ്റേഴ്സ് ഈ മയക്കുമരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വീണു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള അഭ്യാസങ്ങൾ പഠിക്കുക, അത് അവരുടെ ശരീരത്തിനും ശാരീരിക മാനസിക ആരോഗ്യത്തിനും ഏറ്റവും നല്ല കാര്യങ്ങളാണ്. ഇതുപോലെ ഒരു നല്ലൊരു ജനറേഷനെ വാർത്തെടുക്കുക എന്നതാണ് നമ്മളുടെ എല്ലാവരുടെയും ലക്ഷ്യം. വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ്. പഴയന്നൂരിൽ നിന്നും സ്കൂൾ ഇല്ലാത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ ആലത്തൂർ വന്ന് പരിശീലിക്കും. വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. ആദ്യ വർഷം 3ാം സ്ഥാനമാണ് സ്റ്റേറ്റ് ലെവലിൽ ലഭിച്ചത്. പിന്നെ കഴിഞ്ഞ വർഷം 2ാം സ്ഥാനം. ഈ വർഷം അവന്റെ കഠിനാധ്വാനം കൊണ്ട് അത് 1ാം സ്ഥാനമായി. അതും 3 ഇനങ്ങളിൽ
അതുപോലെ തന്നെ നാഷണൽ സിലമ്പം കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ ക്വാളിഫൈ നേടി. അപ്പോൾ വളരെ സന്തോഷം. പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ വിദ്യാർത്ഥിയായ അഭിനവ് നിലവിൽ ചെറുതുരുത്തി മലബാർ എഞ്ചിനീയറിംഗ് കോളേജിൽ 1ാം വർഷ ബിടെക് വിദ്യാർത്ഥിയാണ്. സാമ്പത്തിക പരിമിതികൾക്കിടയിലും മകന്റെ സ്വപ്നങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി മാതാപിതാക്കൾ ഒപ്പമുണ്ട്. ഈ മെഡൽ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ ഇനിയിപ്പോൾ നാഷണലിലേക്കുള്ള ഒരു ഇലക്ഷനാണ്. അത് എന്തായാലും വിജയിച്ചു വരട്ടെ എന്ന് ആഗ്രഹമുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. നല്ല രീതിയിൽ നടക്കട്ടെ. ഞങ്ങളെ കൊണ്ടാവുന്ന സപ്പോർട്ടുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നന്നായി വരട്ടെ. എന്ന് വെച്ചാൽ ഇത്രയും ചെറുതിൽ നമുക്കിതൊക്കെ കേൾക്കാൻ പറ്റിയത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ കുട്ടികൾക്ക്. മികച്ച നേട്ടം കൈവരിച്ച അഭിനവിനെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി സംഘടനകൾ നേരിട്ടെത്തി ആദരിച്ചു. ന്യൂസ് ഡെസ്ക് CCV.